नमस्ते, सबको स्वागत। आज कविता का अंतिम भाग है सुमित्रानंद पंत की कविता नौका विहार। कविता में कवि और साथियों अपना यात्रा समाप्त करके नौका घुमाकर लौटने लगती है। पतवार घुमाकर नाव की दिशा बदलती है और वापस यात्रा शुरू होती है। नाव को घुमाने के लिए डांडे चलाते समय जल में फैन पैदा होता है। समय नावरूपी युवती डंडारूपी हाथ पसारकर पानी में बुलबुले की तरह मोती होता है। ये बुलबुले की मोती को बटोर कर फिर जल में बिखेरती है। समय चांदनी रात है। चांदनी लहरों में पड़कर एक रेगा होता है। उस रेगा को देखते समय लहरों में पड़कर चांदनी होते समय ये रेंगते सांब की तरह कवि देखता है, कवि को प्रतीत होती है। और वापस घाट तक आते पानी की गहराई अब कम होती है। यहाँ पतवार से पानी का ताह या गहराई नापने वाले मल्ला की कल्पना कवि करता है। इस प्रकार कवि नौका विहार करके वापस आता है। ഇനി നമ്മുടെ അവസാന ഭാഗമാണ്. അതിൽ പറയുന്നുണ്ട് കവി എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ചത്, ഏത് കടവിൽ നിന്നാണോ യാത്ര ആരംഭിച്ചത് ആ കടവിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ കവിയുടെ പറയുന്നൊരു കാര്യം ഇതാണ്. കവിയുടെ സങ്കല്പത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നൗക വിഹാർ പോലെയാണെന്ന് പറയുന്നത്, ഒരു വഞ്ചിയാത്ര പോലെയാണെന്ന് പറയുന്നത്. വഞ്ചിയാത്ര എന്നാൽ നമ്മളൊരു കടവിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആ കടവിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമുക്ക് പറയാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളെല്ലാവരും. നമ്മൾ യാത്ര ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ജനിക്കുന്നു, അവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. ആ നദിയുടെ പ്രവാഹം പോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ ജീവിതം നമ്മൾ ഈ ഒരു വഞ്ചിയാത്ര പോലെ ജീവിച്ച് തീർക്കുകയാണ്. അവസാനം നമ്മൾ തിരിച്ചു വരുന്നതും മരണത്തിൻ്റെ കൈകളിൽ നമ്മൾ എത്തുന്നു. നമ്മൾ തിരിച്ച് ദൈവത്തിൽ തന്നെ അലിഞ്ഞില്ലാതാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കവിക്ക് ഇവിടെ തോന്നുകയാണ് കവിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തോണിയാത്ര പോലെയാണ്, വഞ്ചിയാത്ര പോലെയാണെന്നാണ് പറയുന്നത്. നോക്കാം. झोम झोम लिखती है नाव पार और मैं आलोकित सद विचार। इस धारा सा ही जग का क्रम, शाश्वत इस जीवन का उद्गम। शाश्वत है गति, शाश्वत संगम, शाश्वत नभ का नीला विकास, शाश्वत शशि का एक रजतहास, शाश्वत लघु लहरों का विलास। हे जग जीवन के कर्णाधार, चिर जन्म मरण के आर पार। शाश्वत नौका जीवन नौका विहार। मैं भूल गया अस्तित्व ज्ञान, जीवन का ये शाश्वत प्रमाण, करता मुझको अमरत्व दान. അപ്പോൾ നമ്മൾ ഹം ബഡേ ഘാട്ട് കോ സഹോത്സവ മടക്കയാത്രയാണ്. ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടെ ആ കടവിലേക്ക് തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഞങ്ങൾ മടങ്ങി വരികയാണ്. ജോം ജോം ലക്തി ഹേ നാവ് പാർ. പാർ എന്ന് പറഞ്ഞാൽ മറുകര. ഇവിടെ कवि अपना अस्तित्व के बारे में कहते हैं, मानव के अस्तित्व के बारे में, अपना अस्तित्व के बारे में कवि यहाँ कहते हैं.
ഉർമി ആലോകിത ശതവിചാർ. ഉർ എന്ന് പറഞ്ഞാൽ മൻ അല്ലെങ്കിൽ ഹൃദയം. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്. അതായത് ചോം ചോം ലക്തി ഹേ നാവ് പാർ. നമ്മുടെ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ അത് മറുകരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കവിക്ക് മന്മേം സൗ സൗ വിചാർ ആലോകിത് കർത്തേഹേ. കവിയുടെ മനസ്സിലെ ഒരു 100 ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ നദിയുടെ പ്രവാഹത്തെക്കുറിച്ച് വഞ്ചിയാത്രയെക്കുറിച്ചെല്ലാം ഒരുപാട് ചിന്തകൾ കവിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. കവി ചിന്തിക്കുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഇസ് ധാരാ സാഹി ജഗ് കാ ക്രം, ഇസ് പ്രവാഹ കെ സമാൻ ഹേ ഹമാരാ ജഗത് കാ ക്രം. ജീവൻ ജഗത് കാ ക്രം. ജീവിതമാകുന്ന നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു പ്രവാഹം പോലെയെന്നാണ് പറയുന്നത്. നദിയുടെ പ്രവാഹം പോലെയെന്ന് പറയുന്നത്. ശാശ്വത് ഇസ് ജീവൻ കാ ഉദ്ഗം. ഉദ്ഗം എന്ന് പറഞ്ഞാൽ ഉത്ഭവം. അപ്പോൾ നദി അവിടെ ഉത്ഭവിക്കുന്നു. ആ നദി ഉത്ഭവിച്ച് അതിങ്ങനെ നദി ഒഴുകിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ ജീവിതമായിട്ടാണ് കവിയുടെ സങ്കല്പിക്കുന്നത്. അപ്പോൾ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ജനനമായിട്ടാണ് കവിയുടെ സങ്കല്പിക്കുന്നത്. ശാശ്വത ഹി ഗതി. ഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവാഹമാണ്, ഒഴുക്കാണ്. ആ ഒഴുക്കെന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോണിയാത്ര പോലെ അല്ലെങ്കിൽ നദി ഒഴുകുന്നത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാശ്വത സംഘം. അവസാനം അത് നദി ഒഴുകി. നദി പർവ്വതത്തിൻ്റെ മുകളിൽ, ഇപ്പോൾ ഗംഗാനദിയെ നമ്മൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് അതിങ്ങനെ ഒഴുകി 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 അവസാനം സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സംഗമ സ്ഥാനമുണ്ട്. ശാശ്വത സംഘം. ഒരു സംഗമസ്ഥാനത്ത് അത് ചെന്ന് ചേരുന്നു. നദി ഉത്ഭവിക്കുന്നു, അത് ഒഴുകിക്കൊണ്ട് അതിൻ്റെ പ്രവാഹം അവിടെ അവസാനം കടലിൽ ചെന്ന് ചേരുന്നു. അതെല്ലാം ശാശ്വതമായിട്ടുള്ള സത്യമാണ്. ഇവിടെ അവസാനം ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്. അത് നമ്മൾ ചെന്ന് ചേരുന്നത് ലാസ്റ്റ് എവിടെയെന്ന് പറയുന്നത് മരണത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം നദിയുടെ ഉത്ഭവം, അതിൻ്റെ പ്രവാഹം, അതിൻ്റെ സംഗമം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജനനം, ആ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതം, ആ ജീവിതം കഴിഞ്ഞ് ലാസ്റ്റ് മരണം. ഇതാണ് കവിയോട് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇസ് ധാരാസാഹി ജഗ് കാ ക്രം ശാശ്വത് ഇസ് ജീവൻ കാ ഉദ്ഗം ശാശ്വത് ഹേ ഗതി ശാശ്വത് സംഘം. ഇപ്പോൾ നദി കാ ഉത്ഭവം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഇസ് സംസാർ കാ ജീവൻ, ഇസ് ദുനിയ കാ ജീവൻ, ഇസ് ജഗത് കാ ജീവൻ നൗക കെ സമാൻ സദാ ഗതിമാൻ ഹേ. നദി കി പ്രവാഹ കി തരഹ ഹേ. ഒരു നദിയുടെ ഒഴുക്കിനെ പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നദി കാ ഉദ്ഭവ ഹോത്താ ഹേ യഹ് പ്രവാഹിത് ഹോക്കർ അന്ത് മേ സാഗർ മേ സംഘമിത് ഹോത്തി ഹേ. അത് ഒഴുകി അവസാനം കടലിൽ ചെന്ന് ചേരുക എന്ന് പറയുന്നത് ഒരു സംഗമസ്ഥാനമുണ്ട്. ഇസി പ്രകാർ ഹമാര ജീവൻ ബി ഗതിമാൻ ഹേ. ഇതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രവാഹം പോലെയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശാശ്വത ഹേ, ശാശ്വതമാണ്. അപ്പോൾ യഹാം നദി കാ ഉദ്ഗം ഹമാര ജന്മ ഹേ, മനുഷ്യ കാ ജന്മ, മാനവ് കാ ജന്മ. അപ്പോൾ ഉദ്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ജനനമാണ്. ഗതി ജീവൻ ഹേ ഓർ മൃത്യു സംഘം ഹേ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഗതി എന്ന് പറയുന്നത് ശാശ്വത ഹേ ഗതി. ഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഓർ മൃത്യു യഹാം സംഘം ഹേ, മരണം എന്ന് പറയുന്നത് നമ്മൾ അവസാനം ചെന്ന് ചേരുന്ന ആ ഒരു രോഗമാണ്. ശാശ്വത് നബ് കാ നീലാവികാസ് ശാശ്വത് ശശികായ രജതഹാസ് ശാശ്വത് ലഘു ലഹറം കാ വിലാസ്. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നിറം നീല നിറം. അതുമാത്രമല്ല വികാസ്, വളരെ വിശാലമായിട്ടുള്ള ആകാശമാണ് നീല നിറത്തിലുള്ള ആകാശം. അതും ശാശ്വതമായിട്ടുള്ളൊരു സത്യമാണ്. ശാശ്വത് ശശികാ രജതഹാസ്. ശശി ചന്ദ്രൻ്റെ ആ വെള്ളി പോലത്തെ ചിരി എന്ന് പറയുന്നത്, നിലാവ് എന്ന് പറയുന്നത് അതും ശാശ്വതമാണ്.
ശാശ്വത് ലഘു ലഹരം കാ വിലാസ്. ചെറിയ ചെറിയ തിരകളുടെ അലകളുടെ ക്രീഡകൾ എന്ന് പറയുന്നത് ശാശ്വതമാണ്. ഇവിടെ എന്തെല്ലാമാണ് ശാശ്വതമായിട്ടുള്ള കാര്യം? സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. എന്താണ്? നബുക്ക, ആസമാൻ കാ, വിശാൽ അല്ലെങ്കിൽ നീല और विशाल आकाश, शशि का रजत हास और लघु लहरों का विलास, ये सब शाश्वत है. हे जग जीवन के कर्णाधार, ഈ ലോക ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ഈ ലോക ജീവിതത്തിൻ്റെ തുഴച്ചിൽക്കാരാ സൃഷ്ടാവ്, കർണാധാർ. ചിർ ജന്മ മരൺ കെ ആർ പാർ, ശാശ്വത് ജീവൻ നൗകാവിഹാർ. നമുക്ക് പറയാം, നമ്മുടെ ഈ ജീവിതം സൃഷ്ടിക്കുന്ന ആളുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്, അല്ലേ? ബ്രഹ്മാവ്, ഈശ്വരൻ, ദൈവം. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ തുഴച്ചിൽക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ സൃഷ്ടികളുടെ സൃഷ്ടി എന്ന് പറയുന്നത് പരമാത്മാവാണ്, ബ്രഹ്മാവാണ്, ബ്രഹ്മം. അവർ ജന്മ മരൺ കെ ആർ പാർ, അതായത് ജനനം അതുപോലെ മരണം, ഇതിൻ്റെ ഇടയിലുള്ളൊരു കാര്യമാണ്. എന്താണ്? ജീവൻ നൗകാവിഹാർ. ജന്മ और മരൺ കെ ബീച്ച്, ജനനത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഹമാര ജീവൻ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്തുപോലെയെന്ന് പറയുന്നത് വിഹാർ കർണേ വാലി നൗകാക്കി തരഹേ, അതായത് ഒരു വഞ്ചിയാത്ര പോലെയാണ്, തോണിയാത്ര പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അതുകൂടെ നമ്മളങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നൊരു സംഭവമാണ് മരണം എന്ന് പറയുന്നത്. ഈ മരണം നമ്മളെവിടേക്കാണ് വീണ്ടും എത്തിക്കുന്നത്? ദൈവത്തിലേക്ക് എത്തിക്കണം. ദൈവത്തിലാണ് നമ്മൾ അവസാനം ചെന്ന് ചേരുന്നത്. അപ്പോൾ ഒരു കടവിൽ നിന്ന് നമ്മൾ തോണിയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കടവിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ജീവിതം കൊണ്ടുപോകുന്നു, അവസാനം മരണത്തിലേക്ക് എത്തുന്നു, തിരിച്ച് നമ്മൾ പരമാത്മാവിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് കവി അങ്ങനെ സങ്കല്പിക്കുന്നത്, ഈ വഞ്ചിയാത്ര പോലെയാണ് നമ്മുടെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്. ഏത് കടവിൽ നിന്നാണോ യാത്ര ആരംഭിച്ചത് ആ കടവിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നമ്മൾ അവസാനം ചെന്ന് ചേരുന്നതും ദൈവത്തിൽ തന്നെയാണ്. അപ്പം കവിയുടെ സങ്കല്പത്തിൽ നൗകാവിഹാർ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതമായിട്ടാണ് അവിടെ സങ്കല്പിക്കുന്നത്. മേ ഭൂൽ ഗയാ അസ്തിത്വ ജ്ഞാൻ ജീവൻ കാ യഹ് ശാശ്വത പ്രമാൺ. അസ്തിത്വ ജ്ഞാൻ, അതായത് ഞാനുണ്ടെന്നുള്ള ഒരു അവബോധം, അസ്തിത്വം, എൻ്റെ നിലനിൽപ്പ്, എൻ്റെ അസ്തിത്വം. മാനവക്കെ അസ്തിത്വക്കെ ബാരമേ കവി യഹാം കഹത്തെ ഹേ, യഹാം കവി സോച്ചനെ ലഗ്തേ ഹേ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മേ ഭൂൽ ഗയ, ഞാൻ മറന്നുപോയി. എന്താണ് മറന്നുപോയത്? जीवन में जीवन रहते समय माया में फंसकर कवि अपना अस्तित्व के बारे में भूल जाता है. കവി സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് കവിയോടെ മറക്കുകയാണെന്ന് പറയുന്നത്. ജീവൻ കാ യഹ് ശാശ്വത പ്രമാൺ കർത്ത മുജ്കോ അമരത്വ ദാൻ. ഇവിടെ പറയണം, സമയം नौका विहार, ये नौका विहार ने जीवन की निरंतरता का बोध कवि के मन में जगाता है. ഈ ഒരു വഞ്ചിയാത്ര അല്ലെങ്കിൽ തോണിയാത്ര കഴിഞ്ഞപ്പോൾ കവിയുടെ മനസ്സിൽ തോന്നാണ് ജീവിതത്തിൻ്റെ ആ അനശ്വരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നിരന്തരത എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ബോധം കവിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. यहाँ അമരത്വ കാ ബോധ് ജഗായ ഹെ. അമരത്വ ദാൻ, അതായത് അനശ്വരത, ആ മരണമില്ലായ്മ, ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം കവിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുവരെ കവി പറയണേ മേ ഭൂൽ ഗയ അസ്തിത്വ ജ്ഞാൻ,
अपने अस्तित्व के बारे में कभी भूल गया था, उस समय कभी इसके बारे में सोचने लगते हैं. കവി ആ സമയത്ത് മാനവക്കെ അസ്തിത്വത്തെ ബാരേമേ സോച്ചനെ ലഗ്തേ ഹെ. മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് കവിയോട് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. സംസാർ കാ ജീവൻ, ഇസ് ദുനിയാ കാ ജീവൻ നൗകാ കി സമാൻ സദാ ഗതിമാൻ ഹേ, പ്രവാഹമൈ ഹേ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു വഞ്ചിയെപ്പോലെ, ആ വഞ്ചി എല്ലായ്പ്പോഴും ഒഴുകിപ്പോകുന്നത് പോലെ, അല്ലെങ്കിൽ നദിയുടെ പ്രവാഹം പോലെ ആ ജീവിതം അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കവി പറയുന്നത് ഇതെല്ലാം മറന്നുപോയി എന്നാണ് പറയുന്നത്. ഓരോന്നിൻ്റെ ഒരു പ്രതീകമായിട്ടവിടെ കവി പറയുന്നുണ്ട്. ഇവിടെ ഉദ്ഗം എന്ന് പറയുന്നത് ഹമാര ജന്മ ഹേ, മാനവ് കാ ജന്മ. യഹാ ഗതി ജീവൻ ഹേ, ദുനിയ കാ ജീവൻ ഹേ, और മൃത്യു സംഗം ഹേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്തിനെപ്പോലെ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഒരു വഞ്ചി യാത്ര പോലെയാണ്. ഏത് കടവിൽ നിന്നാണോ നമ്മൾ യാത്ര ആരംഭിച്ചത്, ഉസ് ഘാട്ട് തക് വാപ്പസ് ആത്താ ഹേ, ആ കടവിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുന്നു. അപ്പം അതിനിടയിൽ ശാശ്വതമായിട്ട് എന്നും കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് നബ് കാ നീല വികാസ്, ചാന്ദ് കി രജത് ഹസി, ലഘു ലഹരെ, യേ സബ് ശാശ്വത ഹേ. ഇതെല്ലാം ഈ ലോകത്തിൽ നമ്മൾ ശാശ്വതമായിട്ടുള്ള ഒന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ല. ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ കവി പറയുന്ന കാര്യം, അതായത് കവി ഒരു വഞ്ചിയാത്ര എന്ന് പറയുന്ന കവിതയിൽ കൂടി കവിയുടെ ജീവിതത്തിൽ കവി പല കാര്യങ്ങളും കവി അവിടെ ഓർക്കുകയാണ്. കവി പറയുന്നുണ്ട്, ഈ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതം. അതായത് ഒരു നദിയുടെ പ്രവാഹം പോലെ, അല്ലെങ്കിൽ ഒരു വഞ്ചി യാത്ര പോലെയാണ് ജീവിതം എന്നാണ് കവിയുടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സുമിത്രാനന്ദൻ്റെ കവിത നൗകാവിഹാറിൻ്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ സമ്മറി വെച്ച് കഴിഞ്ഞാൽ കവി പരിചയം പറയണം. ഛായാവാതിലെ കവിയാണ്, സുകുമാർ ഭാവ്കി കവിയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ എഴുതണം. എസ് എ ചോദിക്കുകയാണെങ്കിൽ എസ് എ ആയാലും പാരഗ്രാഫ് ആയാലും. ഇപ്പോൾ ഇതിലേതെങ്കിലും ലൈൻ തന്നിട്ട് നമുക്ക് ശാന്ത സ്നിഗ്ധ് എന്ന് പറഞ്ഞിട്ട് സിംടി ഹേ വർത്തുൽ മൃദുൽ ലഹർ ഇങ്ങനെ പറഞ്ഞൊരു കുറച്ച് കുറച്ച് വരികൾ തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വ്യാഖ്യ കീജിയെ ചോദിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ചോദിച്ചാൽ 5 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാലും നമുക്ക് ചെറുതായിട്ട് കവി പരിചയം നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് അവിടെ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം ശാന്ത സ്നിഗ്ധ് ജ്യോത്സ്ന ഉജ്ജ്വൽ എന്ന് തുടങ്ങി സിംടി ഹേ വർത്തുൽ മൃദുൽ ലഹർ. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗമാണ്. അതിൻ്റെ നമുക്കൊന്ന് നോക്കാം. ग्रीष्म ऋतु के एक दिन रात के समय गंगा में नौका विहार करने वाली कवि की कल्पनाओं का सजीव चित्र हमें यहाँ मिलते हैं. शांत सौम्य निशब्द या आरोहीन चांदनी रात है. कहीं भी कोई हलचल नहीं है. सुगंध और शीतल चांदनी फैली हुई है. ऐसा लगता है कि आसमान अपनी आँखों से गंगा को अपलक या एकटक देख रहा है. ग्रीष्मकाल होने के कारण गंगा सफ़ेद रेत रूपी शैया पर थकावट दूर करने के लिए लेटी हुई कोमल युवती प्रतीत है. गंगा जल, पवित्र गंगा सफ़ेद रेती के बीच अपने हथेलियों पर टिकाए मुख वाली तपस्विनी युवती के समान है. गंगा की लहरें उस तापसी युवती की छाती पर फैली हुई कोमल बालों के समान है. आसमान का रंग नीला है. उसकी छाया जो गंगा जल में पड़ती है वह उसके तारारूपी मोती से मुक्त सिकुड़न भरी नील वस्त्र प्रतीत है. चांदनी में प्रकाशित मृदु गोलाकार लहरें उस तापसी युवती की साड़ी की
सिकुड़न की तरह प्रतीत है. നെക്സ്റ്റ് ചാന്ദിനി രാത് കാ പ്രഥം പ്രഹർ. അവിടെ നിന്നോട്ട് നമ്മൾ पलकों में वैभव स्वप्न सखन. यहाँ नौका विहार का आरंभ का चित्रण है. शांत सुंदर चांदनी रात के प्रथम प्रहर में कवि अपने मित्रों के साथ जल्दी से नौका में निकालने लगा. सुदूर फैली हुई सफ़ेद रेत का तट सीपी पर पड़ी हुई मोती के समान चमकता था. लंगर पाल उड़ाकर निकला नाव उड़ान भरने वाली हंसनी की तरह लगता है. मंद मंद मंथर मंथर शब्द नाव के चाल को सूचित करने वाले शब्द हैं. नदी तट की छाया गंगा जल के निश्चल दर्पण पर प्रतिबिंबित होती है. उस प्रतिबिंब में तट की ऊंचाई क्षण भर दुगुनी लगते हैं. काला कांगर राजभवन की छाया आंखों के पलकों में ऐश्वर्य और वैभव के प्रतीक बनकर दिखाई देते हैं. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻസിലാണ് ഇവിടെ വഞ്ചിയാത്ര ഇവിടെ ആരംഭിക്കുന്നത്. കവിയുടെ കൂട്ടുകാരുമൊത്ത്, അതായത് കാലാകങ്കർ രാജകൊട്ടാരത്തിൽ അതിഥിയായിട്ട് വന്നതാണ്. അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നൗകാസെ ഉട്ടി ജൽ ഹിലോർ തൊട്ട് ദിക്ലാത്ത മുഗ്ധസ രുക് രുക്. ഇവിടെ കവി യഹാ ഗംഗാജൽ മേ പ്രതിബിംബിത്, ഗംഗാജലത്തിൽ പ്രതിബിംബിക്കുന്ന ആസമാൻ, അതുപോലെ തന്നെ താരെ, ചാന്ദ് ആദി കാ दृश्य चित्रित है. नाव की चाल से छोटी लहरें उड़ रही है. ये लहरें आसमान के चोर तक हिलाते प्रतीत है. जल के अंदर प्रतिबिंबित नक्षत्रों का समूह, तारों का समूह, तारागण अपने आँखों खोलकर किसी की खोज में निश्चल प्रतीत है, जिससे आकाश का अंतस्थल प्रकाशित भी है. लहर रूपी अंचल में लघु द्वीपों की तरह या छोटी द्वीपों की तरह नक्षत्रों को छिपाकर पल पल में आंख मिचौनी खेल में मग्न प्रतीत है. लुका छिपी खेल. शुक्र नक्षत्र का प्रतिबिंब जल में क्रीड़ा करने वाली अप्सरा का मुख के समान लगता है, जो जल में तैरने के बीच उसके केश राशि से मुख कभी कभी चुभा हो जाते हैं. दशमी का चांद जल में लज्जा से भरी हुई नायिका का तिरछी या तिर्यक मुख से यहाँ सुंदर दिखलाता है, जो कभी लज्जा के कारण लहरों के घूंघट से चिभाता भी है. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആകാശത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നിലാവിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്തോടെ വർണ്ണിക്കുന്നത്. നാലാമത്തേൽ അപ്പഹുഞ്ചി ചപ്പല എന്നു തൊട്ട് ചായക്കി കോക്കി വിലോക് എന്ന് വരെയുള്ള ഭാഗമാണ്. अब जल्दी चली नौका गंगा के बीच पहुंच गई, तब ऊंचे तीरों का प्रतिबिंब छिप गया. ये प्रतिबिंब जल में दिखता नहीं. दूर में पड़े तीर नायक अपने दोनों हाथों से पतला कोमल शरीर वाले नायिका को, गंगा नदी का जल बहुत कम होती है, ये पतला कोमल शरीर वाले नायिका को आलिंगन करने की इच्छा प्रकट करते हैं, लेकिन वह अधीर हो जाता है. अति दूर में पड़े क्षितिज चक्रवाളം नायक के आँखों के समान प्रतीत है. यहाँ देखा पेड़ों का समूह बाँह बराबर और तिरछी है. यहाँ प्रिय गंगा को आलिंगन करने को इच्छुक नायक की विशाल आंख लगती है. ये पेड़ों का समूह देखकर नायक की विशाल आंख, ये इस क्षितिज को देखकर नायक की विशाल आंख लगती है और पेड़ों का समूह बाँह के बराबर लगती है. गंगा जल के बीच उस समय एक छोटा द्वीप देखा. ये छोटा द्वीप शिशु के समान लगता है. जल प्रवाह में ये छोटा द्वीप मामरूपी गंगा के छाती पर आराम से सोता हुआ दिखाई पड़ता है.
तब तक उड़ने वाली पक्षी को कवि प्रिय विरह से आतुर चक्रवाक पक्षी मानता है। यहाँ विरह शोक को दूर करने के लिए, विरह दुख को दूर करने के लिए अपनी जो छाया जल में पड़ती है उसको कोकी का रूप मानकर या प्रिया का रूप मानकर विरहादुर चक्रवाग अपनी प्रिया से मिलने के लिए उड़ जाता है। नेक्स्ट पतवार अब प्रदनुभार തൊട്ട് അമ്പടെ घाट को सहोत्साह वरेलद। यात्रा समाप्त करके नौका लौटने लगती है। पतवार घुमाकर नाव की दिशा बदलकर वापस यात्रा होती है। नाव को घुमाने के लिए डांडे चलाते समय जल में फैन होता है। नाव रूबी युवती डंडा रूबी हाथ पसार का पानी में होने वाले बुलबुले रूबी मोती बटोरकर जल में फिर बिखेरती है, फैलाती है। चांदनी लहरों में पड़कर रेंगते सांप के समान देखता है। चांदनी लहरों में पड़ते समय एक रेखा बनती है। ये रेखा देखकर रेंगते सांप के समान प्रतीत है। यहाँ सांप की जल क्रीड़ा चंचल प्रतीत है। वापस घाट तक आने वाली पानी की गहराई कम होती है। यह चंचल रेखा की तरह प्रतीत होती है। तब लेग्गी से या डांड से नदी का प्रवाह का गहराई नापने वाला मल्ला के बारे में कवि कहता है। यहाँ फैन लताएँ हैं, बुलबुले फूल हैं। फैन में पड़ी हुई बुलबुले को कवि लताओं में खिले सफ़ेद फूल के बराबर मानता है। बुलबुले को कवि 100 നക്ഷത്ര का പ്രതിബിംബ മാനता है। അതിൽ പറയുന്നത് നമ്മുടെ വഞ്ചിയാത്ര അവിടെ അവസാനിപ്പിച്ചവർ തിരിച്ചു വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ തുഴ കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് തുഴയടിക്കുമ്പോൾ ഉണ്ടാകുന്ന അലകൾ, ചെറിയ ചെറിയ അലകളെയാണ് പറയുന്നത്. അപ്പോൾ ആ പതയുന്നുണ്ട്. ആ പതയുന്നത് അല്ലെങ്കിൽ അതേ കുമിളകളെ നമ്മൾ പറയുന്നുണ്ട്, മുത്തുപോലെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിരമാലകളിലുണ്ടാവുന്ന അല്ലെങ്കിൽ അലകളിലുണ്ടാവുന്ന ആ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം കാണുമ്പോൾ പറയുന്നുണ്ട് വള്ളികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളെപ്പോലെയായിട്ടാണ് കവിയോടെ സങ്കല്പിക്കുന്നത്. ലാസ്റ്റ് ഭാഗം ജോം ജോം ലക്തി ഹേ നാവ് പാർ കർത്താ മുജ്കോ അമരത്വ ദാൻ. അപ്പോൾ ലാസ്റ്റ് ഭാഗത്താണ് പറയുന്നത് ഇവിടെ नौका विहार के बाद वापस आए कवि मानव के अस्तित्व के बारे में सोचने लगते हैं. കവി ഇവിടെ ഈ വഞ്ചിയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് കവി ചിന്തിക്കുന്നൊരു കാര്യമാണ്. അത് 100 ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഈ ജീവിതം ഈ संसार का जीवन नौका के समान सदा गतिमान है. नदी का उद्भव होता है. ये प्रवाहित होकर अंत में सागर में संगमित होती है. അപ്പോൾ നദി അവിടെ ഉത്ഭവിക്കുന്നു, അത് ഒഴുകി ഒഴുകി അവസാനം കടലിൽ ചെന്ന് ചേരുന്നു. ഇസി പ്രകാർ ജീവൻ ഗതിമാൻ ഹെ ശാശ്വത് ഹെ. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതങ്ങനെ ജീവിതം ഒഴുകി ഒഴുകി ഒരു പ്രവാഹമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ മരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ജന്മ ലേക്കർ ജീവിതക്കർ അന്തമേ ബ്രഹ്മമേ വിലീൻ ഹോത്താ ഹെ. അപ്പം നമ്മൾ ജനിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ ജനിച്ചു, നമ്മൾ ജീവിച്ചു, അവസാനം നമ്മൾ ദൈവത്തിൽ തന്നെ എത്തിച്ചേരുന്നു. ഉദ്ഗാം ഹമാര ജന്മ ഹേ, ഗതി ജീവൻ ഹേ ഓർ മൃത്യു സംഗം ഹേ. അപ്പോൾ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ജനനമാണ്, ഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, മൃത്യു എന്ന് പറയുന്നത് നമ്മുടെ സംഗമസ്ഥാനത്തെയാണ് നമ്മൾ മൃത്യു എന്ന് പറയുന്നത്. നബ്ക നീല വികാസ് ശാന്ത് കി രജത് ഹസി ലഘു ലഹരേം സബ് ശാശ്വത് ഹേ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ആകാശത്തിൻ്റെ ആ നീല നിറം, വിശാലമായിട്ടുള്ള ആകാശം, ചന്ദ്രൻ്റെ ആ വെള്ളി പോലത്തെ ചിരി, അതായത് നിലാവ്, അതുപോലെ തന്നെ നമ്മളെ ചെറു തിരകൾ, ഇതെല്ലാം ശാശ്വതമാണ്. ജീവൻ വിഹാർ കർണേ വാലി നൗക കി തരഹ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നൗക വിഹാറിനെ പോലെയാണ്, വഞ്ചിയാത്ര പോലെയാണെന്ന് പറയുന്നത്. ജഗ് ജീവൻ കാ കർണാധാർ ബ്രഹ്മ ഹേ. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരമാത്മാവാണ്, ദൈവമാണ്. इसलिए वह जन्म मरण के आसपास ही मौजूद है. അതുകൊണ്ട് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ചുറ്റും ഇതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ജീവൻ രഹത്തെ സമയ മായാമേ ഫസാക്കർ കവി അപ്പന അസ്തിത്വ ജ്ഞാൻ ഭൂൽ ഗയാത്ത.
അപ്പോൾ അങ്ങനെ ജീവിതം അവിടെ ജീവിച്ചു തീർക്കുന്ന സമയത്ത് ഒരു മായയിൽ പെട്ടുകൊണ്ട് കവിയുടെ അസ്തിത്വത്തെ തന്നെ അവിടെ മറന്നു പോകുന്നതായിട്ടാണ് കവിയുടെ വർണ്ണിക്കുന്നത്. നൗക വിഹാറിനെ ജീവൻ കി നിരന്തരത കാ ബോധ് ജഗായാ ഹെ. ഈ വഞ്ചിയാത്ര എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ നിരന്തരതയെക്കുറിച്ചുള്ള ബോധത്തെ ഉണർത്തുന്നതാണ്. ഇസ്സെ അമരത്വ കാ ബോധ് ജഗായാ ഹെ. അതുകൊണ്ട് അമരത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണർത്തുകയാണ് കവിയുടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ എടുക്കാതെ തന്നെ ഇരുന്നൊരു കവിതയാണ് നൗക വിഹാർ. ഇപ്പോൾ വഞ്ചിയാത്ര പോലെയുള്ള നമ്മുടെ ജീവിതം, ഈ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ വഞ്ചിയാത്ര പോലെ നദിയുടെ പ്രവാഹം പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ നദി കടലിൽ ചെന്ന് ചേരുന്നത് പോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാൻ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു. അതായത് ഒരു കടവിൽ നിന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കടവിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് എത്തിച്ചേരുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.